രാജേട്ടാ, നിഹിത് എവിടെ പോയി കിടക്ക? അവളെ വിളിച്ചിട്ട് എന്താ അവള് ഫോൺ എടുക്കാത്തെ? എന്തോ നമ്മുടെ മോൾക്ക് എന്തോ പറ്റിയിട്ടുണ്ട് രാജേട്ടാ. എനിക്ക് പേടിയാവുന്നു. എടോ, താനിങ്ങനെ കരയാതെ. അനികമോളുടെ ഡെലിവറി കഴിഞ്ഞിരിക്കല്ലേ, വെറുതെ അവളെയും കൂടി ടെൻഷൻ അടിപ്പിക്കണ്ട. ഞാനൊന്ന് ഇഷാനി മോളെ വിളിച്ച് നോക്കട്ടെ. അവൾക്കും ഒന്നും അറിയില്ല വൃന്ദ. 2 ദിവസമായിട്ട് നീ ഓഫീസിൽ വന്നിട്ടില്ല. ഞാൻ എന്തായാലും പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ഫയൽ ചെയ്യാൻ പോവാം. ഇഷാനി മോളുടെ അടുത്ത് എന്റെ കൂടെ വരാൻ പറഞ്ഞിട്ടുണ്ട്. ഇവളിത് എവിടെ പോയി കിടക്ക? എന്ത് ഇവള് വിളിച്ചിട്ട് ഫോൺ എടുക്കാത്തെ? ഹലോ ഇഷാനി. ദർശ, ഹലോ. നീ ഇതെവിടെയാ? എടോ, ഞാൻ ലക്നൌവിലാ. കുറച്ചു ദിവസം കഴിയും തിരിച്ചു വരാനായിട്ട്. തന്നോട് പറയാൻ പറ്റിയില്ല. താൻ എന്താ വിളിച്ചേ? എന്തെങ്കിലും അത്യാവശ്യമുണ്ടോ? എടാ, ഇവിടെ ആകെ പ്രശ്ന. നിഹയെ കാണാനില്ല. രാജങ്ങളെ വിളിച്ചിട്ടുണ്ടായിരുന്നു. പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് ഫയൽ ചെയ്യാൻ പോവാന്നാ പറഞ്ഞേ. എനിക്ക് ആകെ പേടിയാവുന്നു. അവള് അനിക ചേച്ചിയുടെ കൂടെ ഹോസ്പിറ്റലിലാന്നാ ഞാൻ വിചാരിച്ചേ. അവൾക്ക് എന്തെങ്കിലും പറ്റിക്കാണോ? എടോ, താനെങ്ങനെ ടെൻഷൻ അടിക്കാതെ. നിഹ അവൾ ഞങ്ങളുടെ കൂടെയുണ്ട്. എന്താ, നിങ്ങളുടെ കൂടെയോ? അവൾ എന്തിനാ അങ്ങോട്ട് വന്നേ? ദർശ, അവൾ അടുത്തുണ്ടോ? അവളുടെ കയ്യിലൊന്ന് ഫോൺ കൊടുത്തേ. എടി, അവളിപ്പോ എന്റെ കൂടെ ഇല്ല. ഞാനൊരു അത്യാവശ്യ കാര്യത്തിന് പുറത്തേക്ക് വന്നേക്കാ. ദർശ, അവൾ എന്താ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തെ? ഇവിടെ എല്ലാവരും എന്ത് ടെൻഷനിലാണെന്നറിയോ? അവളുടെ അടുത്ത് പെട്ടെന്ന് ഇങ്ങോട്ട് തിരിച്ചു വരാൻ പറ. എടോ, ഞാൻ പറയുന്നത് താൻ ശ്രദ്ധിച്ച് കേൾക്കണം. എടാ, നീ ഇതെന്തൊക്കെയാ പറയുന്നേ? പ്രഗ്നന്റ് ആണെന്നോ? അതേടോ, അതുകൊണ്ട് ഇപ്പൊ അവൾ അങ്ങോട്ട് വിട്ട് ശരിയാവില്ല. ധനു ആണെങ്കിൽ ഓക്കെ ആയിട്ട് വരുന്നതേ ഉള്ളൂ. അവളുടെ അച്ഛന്റെ അടുത്ത് നീ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒന്ന് സെറ്റാക്ക്. പിന്നെയെല്ലാം ധനു പറഞ്ഞ് ഓക്കെ ആക്കിക്കോളും. ഞാൻ എന്താണ് അവരോട് പറയാ? അവളുടെ കല്യാണം കഴിഞ്ഞു, അതോ ഇപ്പൊ പ്രഗ്നന്റ് ആയിട്ട് ഇരിക്കണോ? അവളുടെ മാരേജിന്റെ കാര്യമൊക്കെ പറയണ കേട്ടു. ദർശ, ഇതിന്റെ ഇടയിൽ കൂടെ ഞാൻ എങ്ങനെയാ ഇതൊക്കെ പറയാം? എടോ, താൻ എന്തെങ്കിലും ഒന്ന് ചെയ്യ്, അല്ലാതെ ഇപ്പൊ വേറെ വഴിയില്ല. ശരി, ഞാനൊന്ന് നോക്കട്ടെ. ഇവിടത്തെ കാര്യം ഓക്കെ ആയിട്ട് ഞാൻ വിളിക്കാം. എന്നിട്ട് അവളെ ഇങ്ങോട്ട് വിട്ടാ മതി. ശരി എന്നാ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ എന്നെ വിളിക്കണം. ടേക്ക് കെയർ. ബൈ. ഞാൻ പറഞ്ഞ കാര്യം എന്തായി? കരൺ, അവൻ ഇപ്പോഴും ജീവനോടെ ഉണ്ടോ? അവൻ ഇപ്പോഴും ജീവനോടെ തന്നെയുണ്ട് സാർ. പക്ഷേ എവിടെയാണെന്നുള്ള ഡീറ്റെയിൽസ് ഒന്നും കിട്ടിയിട്ടില്ല. എടാ കരൺ, എത്ര നാളായടാ നീ ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്? കരൺ, എടാ. ജയ്, പെട്ടെന്ന് ഡോക്ടറെ വിളിക്ക്. കരൺ, എടാ, നിനക്ക് വല്ല ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടോ? എടാ, എനിക്ക് ഇച്ചിരി വെള്ളം തരൂ. ആ, ഒരു മിനിറ്റ്, ഞാനിപ്പോ കൊണ്ടുവരാം. ഇത് ശരിക്കും ഒരു മെഡിക്കൽ മിറാക്കിൾ എന്ന് തന്നെ പറയാം. മെഡിസിൻ ഒക്കെ ഇതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യണം. ഒരുപാട് സ്ട്രെസ് ചെയ്ത് നടക്കാൻ ശ്രമിക്കരുത്. കുറച്ച് ദിവസം കൂടെ വീൽ ചെയർ തന്നെ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇടയ്ക്കൊക്കെ ഞാൻ വന്ന് ചെക്ക് ചെയ്തോളാം. ഓക്കെ ഡോക്ടർ, താങ്ക് യു. എടാ, ഞാൻ ഇപ്പൊ വരാം. ധനുനെയും ദർശനെയും ഒക്കെ വിളിച്ചു പറയണം. നീ റെസ്റ്റ് എടുക്ക്. നിഹ ഇഷാനി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയും താൻ വീട്ടിലേക്ക് പോകാതിരുന്ന അത് ശരിയാവില്ലടോ. അവര് മിസ്സിംഗ് കേസ് ഫയൽ ചെയ്യാൻ പോവാന്നാ പറഞ്ഞേ. അതുകൊണ്ട് താൻ എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് തിരിച്ചു പോകണം. ദർശ, ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെ വീട്ടിലേക്ക് പോവാ? ഇപ്പോഴാണെങ്കിൽ നല്ല വോമിറ്റിംഗും ഉണ്ട്. വീട്ടിൽ ചെന്നാ അമ്മ എന്തായാലും കണ്ടുപിടിക്കും. അത് ശരിയാ ദർശ്. ഇപ്പോ ഇവളെ ഒറ്റയ്ക്ക് വിട്ടാൽ ശരിയാവില്ല. നമുക്കിനി കുറച്ചു കാര്യങ്ങൾ കൂടിയല്ലേ ചെയ്തു തീർക്കാനുള്ളൂ.
അത് കഴിഞ്ഞാ ഒരുമിച്ച് പോകാം. അപ്പോ ഞാൻ തന്നെ ഇവളുടെ വീട്ടിൽ പോയി എല്ലാം പറഞ്ഞ് ശരിയാക്കിക്കോളാം. ധനു, നീ വിചാരിക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളൊന്നും. നമ്മൾ ഇങ്ങോട്ട് വന്നിട്ട് ഇന്നൊക്കെ 5 ദിവസമായി. നിഹയുടെ അച്ഛനമ്മയും നല്ല ടെൻഷനിലായിരുന്നു ഇത്രയും ദിവസം. ഇഷാൻ എന്തൊക്കെയോ പറഞ്ഞ് അവരെ സെറ്റാക്കിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു നിഹ തിരിച്ചു പോയും തന്നെയായിരിക്കും നല്ലത്. എടാ, ഒരു മിനിറ്റ്, ഇവാൻ വിളിക്കുന്നുണ്ട്. ധനുവേട്ടാ, ഞാനിന്ന് നാട്ടിലേക്ക് പോവാം. ദർശൻ പറഞ്ഞതുപോലെ അമ്മയ്ക്ക് അച്ഛനും എന്നെ കാണാൻ ഒരു സമാധാനം ഉണ്ടാവില്ല. 5 ദിവസമായില്ലേ ഞാൻ അവിടുന്ന് പോന്നിട്ട്. ഒന്ന് വിളിക്കുക പോലും ചെയ്തില്ലല്ലോ. ഇനി എന്നെ കണ്ടില്ലെങ്കിൽ ഇഷാന് പറഞ്ഞ പോലെ ആകെ പ്രശ്നവും. എന്നാ താൻ നാളത്തെ മോർണിംഗ് ഫ്ലൈറ്റിൽ തന്നെ പോയിക്കോ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ശരിയാക്കിയിട്ട് ഞാൻ വരാം. എനിക്ക് നല്ല പേടിയുണ്ട്. എത്രത്തോളം പിടിച്ചു നിൽക്കാൻ പറ്റുമെന്നോ എനിക്കറിയില്ല ധനുവേട്ടാ. ഇപ്പോഴാണെങ്കിലും ഞാൻ മാത്രമല്ലല്ലോ, നമ്മുടെ കുഞ്ഞുമില്ലേ കൂടെ. നിഹ, ഇങ്ങോട്ട് നോക്കിയേ. താൻ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ, അവിടെ ഇഷാനി ഉണ്ടല്ലോ, അവള് നോക്കിക്കോളൂ എല്ലാം. ധനുവേട്ടാ, ഞാനൊരു കാര്യം പറഞ്ഞ് സമ്മതിക്കുമോ? നമുക്കിനി മാഫിയൊന്നും വേണ്ട. ഇതൊക്കെ നിർത്തിയിട്ട് എവിടെയെങ്കിലും പോയിട്ട് സമാധാനമായിട്ട് ജീവിക്കാം. ഞാനെല്ലാം നിർത്താൻ പോകും തന്നെയാ നിഹ. തുടങ്ങി വെച്ച കഥ അതിന്റെ അവസാന ഘട്ടത്തിലായിപ്പോ. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയ യുദ്ധത്തിന് അവസാനം കണ്ടെത്താൻ സമയമായി. ഇത്രയും നാളും കഷ്ടപ്പെട്ടതും ഇതിനു വേണ്ടി തന്നെയാ. ഇനി കുറച്ച് ദിവസം കൂടെയല്ലേ ഉള്ളൂ. എല്ലാം തീർത്തിട്ട് ഞാൻ അങ്ങോട്ട് വരും. നമ്മുടെ കുഞ്ഞിന്റെയും നിന്റെയും കൂടെ പുതിയൊരു ജീവിതം തുടങ്ങാൻ. ധനു, എന്നെ ഇവാനെ വിളിച്ചായിരുന്നേ. നമ്മുടെ കാരൻ അവൻ ഓക്കെ ആയിടാ. അവൻ കണ്ണു തുറന്നു. എടാ, നീ പെട്ടെന്ന് റെഡി ആയിട്ട് വാ. അവിടെ എല്ലാവരും നമ്മളെ നോക്കി നിൽക്കാ. എനിക്കാണെങ്കിൽ അവൻ ഇപ്പൊ തന്നെ കാണണം. നീ പോയിക്കോ ദർശ്, ഞാൻ പിന്നെ വരാം. എടാ, അതെന്തു പറ്റി? നീ എന്താ വരാത്തെ? നിനക്ക് ഓർമ്മയില്ലേ മാത്യു പപ്പ മരിക്കുന്നതിന് മുൻപ് ഞാൻ കൊടുത്ത വാക്ക്? തോമസ്, അവനെ വെറുതെ വിടരുത് മോനെ. ഒരായുഷ്കാലം മുഴുവൻ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതായതൊക്കെ എൻ്റെ മോന് വേണ്ടി എനിക്കൊന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. തോമസ് കൈക്കലാക്കിയതെല്ലാം കരൺ അവനുള്ളതാ. നീ പപ്പയ്ക്കൊരു വാക്ക് തരണം, ഇതെല്ലാം അവന്റെ കയ്യിൽ തിരിച്ചേൽപ്പിക്കുമെന്ന്. പപ്പ, ഞാനുണ്ടാകും അവന്റെ കൂടെ. എൻ്റെ അനിയനവൻ. അവനെ ഞാൻ ഒരിക്കലും ഒറ്റയ്ക്കാക്കില്ല. നഷ്ടപ്പെട്ടതെല്ലാം ഒരു ദിവസം അവന്റെ കയ്യിൽ തന്നെ ഞാൻ ഏൽപ്പിക്കും. ഇത് ഈ ദക്ഷ്യത്തിന്റെ വാക്കാണ്. ജോർദാന്റെ കയ്യിൽ നിന്ന് എല്ലാം തിരിച്ചു പിടിച്ച് എനിക്ക് അവനെ ഏൽപ്പിക്കണം. എന്നിട്ടേ ഞാൻ അവനെ കാണാൻ പോകൂ. എടാ, എന്നാലും ദർശ്, നീ ചെല്ലാൻ നോക്ക്. ഈ വാനും കാരണം നിന്നെ വെയിറ്റ് ചെയ്തിരിക്കായിരിക്കും. ധനുവേട്ടാ, അന്ന് പറഞ്ഞ കാര്യം കംപ്ലീറ്റ് ചെയ്തില്ലല്ലോ. ഇപ്പോഴും അലക്സും ഡേവിഡും തമ്മിൽ നിങ്ങൾ എങ്ങനെ തെറ്റിയെന്ന് പറഞ്ഞില്ലല്ലോ. ഈ തോമസ് അബ്രഹാം ആരാണെന്ന് നിനക്കറിയൂ? മാത്യു പപ്പയുടെ സ്വന്തം അനിയൻ. അതെ, മാത്യു പപ്പയ്ക്ക് 2 സിബ്ലിങ്സ് ആയിരുന്നു, തോമസും പിന്നെ ജോർദാനും. അപ്പൊ ഈ തോമസും ജോർദാനും ഒരാളെന്നല്ലേ പറഞ്ഞേ? ജോർദാൻ അബ്രഹാമിനെ ഞങ്ങൾ ആരും ഇതുവരെ കണ്ടിട്ടില്ല. പപ്പയ്ക്ക് ഞങ്ങളെ കിട്ടുന്നതിന് മുമ്പേ തന്നെ ആള് മരിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആളെ പറ്റിയുള്ള വലിയ അറിവൊന്നും ഞങ്ങൾക്കുണ്ടായിരുന്നില്ല. അപ്പോ ഇപ്പോൾ ഈ ജോർദാൻ ആരാ? അതാണ് തോമസിന്റെ പുതിയ നെയിം. ഇതിനു മുൻപും അവൻ പല പേരിലും ഡ്രഗ് ഡീലിംഗ് നടത്തിയിട്ടുണ്ട്. അവനെ കുത്തിപ്പറിക്കാൻ കാത്തിരിക്കുന്നവരുടെ മുൻപിൽ താൽക്കാലികമായൊരു രക്ഷപ്പെടൽ. അത് മാത്രമാണ് ജോർദാൻ എന്നീ പുതിയ വേഷം. അലക്സും ഡേവിഡ് എങ്ങനെയാ അപ്പൊ ജോർദാന്റെ കൂടെ കൂടിയേ? പണ്ട് മുതലേ തോമസിന് പണത്തിനോടൊരുതരം ആർത്തിയായിരുന്നു. എത്ര കിട്ടിയാലും മതി വരാത്തൊരാർത്തി. പിന്നെ പിന്നെ അതൊരു ഭ്രാന്തായി മാറി. പപ്പയെ ഇല്ലാതാക്കി പപ്പയുടെ സ്വത്തുക്കളും പൊസിഷനും വേണമെന്നായി. അതിന് തോമസിന് 2 വിശ്വസ്തരായ ആളുകളെ വേണമായിരുന്നു. ആ 2 പേരാണ് ഡേവിഡും അലക്സും. അവരുടെ പേരൻസിനെ ഇല്ലാതാക്കിയത് മാത്യു പപ്പയാണെന്ന് പറഞ്ഞ് അവരെ തെറ്റിദ്ധരിപ്പിച്ച് കൂടെ നിർത്തി. അപ്പൊ എങ്ങനെയാ മാത്യു
വിളിച്ചത്? കൊന്നതാ ഡേവിഡ്. ഞാൻ അന്ന് എൻ്റെ സ്വന്തം അച്ഛൻ്റെ അമ്മയുടെയും കാര്യത്തിന് വേണ്ടി മുംബൈയിലായിരുന്നു. എനിക്കും ദർശനം നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു പിടിച്ച് സന്തോഷ വാർത്ത പറയാൻ വന്നതാ ഞാൻ. അപ്പോഴാ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന പപ്പയെ കണ്ടത്. എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലാടോ. കരനാണെങ്കിൽ തലയ്ക്ക് നല്ല അടി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഷോൾഡറിന് താഴെ ഷൂട്ടേറ്റ് കാരണം അവൻ പാരലൈസ്ഡായി. എന്നിട്ടാണോ ധനുവേട്ട അവനെ കാണാൻ പോകാത്തെ? പോയിക്കൂടെ? പപ്പ പറഞ്ഞതെല്ലാം ചെയ്തു തീർത്തിട്ട് ഞാൻ അവൻ്റെ മുൻപിൽ പോവൂ നിഹ. എന്നാലേ ഞാൻ ഇത്രയും നാൾ കാത്തിരുന്നതിന് വിലയുണ്ടാവും. ധനുവേട്ട, എന്നാ ഞാൻ പോവാട്ടോ. എന്തെങ്കിലും ഉണ്ടായാൽ എന്നെ അപ്പം തന്നെ അറിയിക്കണം. പിന്നെ എയർപോർട്ടിലേക്ക് ഇഷാനി വരും പിക്ക് ചെയ്യാൻ. അവളിങ്ങോട്ട് വരട്ടെ. ഇത്രയും ദിവസം മനുഷ്യനെ തീ തീറ്റിച്ചിട്ട് അവൾ എവിടെ പോയി കിടക്കായിരുന്നു എന്ന് എനിക്കറിയണം. എന്താവശ്യമുണ്ടെങ്കിലും അവൾക്കൊന്ന് വിളിച്ചു പറഞ്ഞൂടെ? ഈ 2 ദിവസം മനുഷ്യൻ ചത്ത് ജീവിക്കായിരുന്നു. എന്റെ പൊന്നു വൃന്ദ, നീ ഒന്ന് മിണ്ടാതിരിക്കേ. അല്ലെങ്കിൽ തന്നെ മനുഷ്യന് ഭ്രാന്ത് പിടിച്ചിരിക്ക. ആദ്യം അവളൊന്ന് ഇങ്ങോട്ട് വരട്ടെ, എന്നിട്ട് ചോദിക്കാം. നിങ്ങൾ മിണ്ടിപ്പോകരുത്. നിങ്ങളാ അവളെ ഇങ്ങനെ ആക്കിയത്. അവളുടെ ഓരോ തന്നിഷ്ടത്തിനും കൂട്ടുനിന്നിട്ട് ഇപ്പൊ കണ്ടില്ലേ? അവളിപ്പോ അവളുടെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്തു കൂട്ടുന്നേ. അങ്കിൾ, ആന്റി, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കിടാതെ അവള് വരട്ടെ, നമുക്ക് ചോദിക്കാം. ഇനി എന്താ നിന്റെ പ്ലാൻ? ഇനി നമ്മുടെ മുൻപിൽ ആകെ 2 പേര് മാത്രം. ഒന്ന് ഡേവിഡ്, പിന്നെ ജോർദാൻ. നമ്മൾ ഇത്രയും നാൾ അത് മാറ്റിവെച്ചത് അവർ കെട്ടിപ്പടുത്തതെല്ലാം അവരുടെ മുമ്പിൽ തന്നെ തകർന്നു വീഴുന്നത് കാണാൻ വേണ്ടിയാ. ആ കാര്യത്തിൽ പകുതി നമ്മൾ ചെയ്തു കഴിഞ്ഞു. ഇനി ബാക്കി വെച്ചത് ചെയ്യാൻ സമയമായി ദർശ. അത് ചെയ്യാനധികം സമയമൊന്നും വേണ്ട തന്നെ. ഒരു ഫോൺ കോൾ മതി ജോർദാൻ എന്ന ചാപ്റ്റർ തീരാൻ. പക്ഷെ ഒരു കാര്യമുണ്ട്, കയ്യിലുള്ളതെല്ലാം പോയിന്ന് മനസ്സിലാകുമ്പോൾ പിന്നെ അവൻ എന്തൊക്കെ ചെയ്യുന്നു പറയാൻ പറ്റില്ല. അതെനിക്കറിയാം. കരന്റെ കാര്യം ഇവാനും ജയും നോക്കിക്കോളും. പിന്നെയുള്ളത് നിഹയ, അത് ക്രിസ്റ്റി നോക്കിക്കോളും. നീ എന്തായാലും ഇപ്പൊ വാ. ടാക്സിക്കാരൻ അവിടെ വെയിറ്റ് ചെയ്യാം, പെട്ടെന്ന് വാ. ആന്റിയുടെ അങ്കിളിന്റെ അടുത്ത് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. വീട്ടിലെത്തുമ്പോ എന്തായാലും ഒരു പൊട്ടിത്തെറി ഉണ്ടാവും. ആന്റി നല്ല ദേഷ്യത്തിലാ, നീ ഒന്നും പറയാൻ നിൽക്കണ്ട. ഇഷാനി, പിന്നെ എനിക്കൊരു കാര്യം. എനിക്കൊന്നും കേൾക്കണമെന്നില്ല. നിന്നോട് സംസാരിക്കാൻ തന്നെ എനിക്ക് താല്പര്യമില്ല. പിന്നെ ദർശനം വെച്ചുകൊണ്ട് മാത്രം ഞാൻ വന്നു. നീ ഇത്ര ദിവസം എവിടെ പോയി കിടക്കായിരുന്നടി? ഞങ്ങൾ എത്ര ടെൻഷൻ അടിച്ചു അറിയോ? എവിടെയെങ്കിലും ആവശ്യത്തിന് പോയതാണെങ്കിൽ ഒന്ന് വിളിച്ച് പറഞ്ഞൂടെ? അത് പിന്നെ വൃന്ദാവൻ ഫോൺ എവിടെയോ പോയി, അതെനിക്ക് വിളിക്കാൻ പറ്റായിരുന്നു.
വൃന്ദ, മതി. അവൾ എന്തായാലും ഇങ്ങോട്ട് വന്നില്ലേ, ഇനി വെറുതെ പ്രശ്നം ഉണ്ടാക്കണ്ട. ഇനി എല്ലാം കഴിഞ്ഞു. ഓഫീസ് പോക്കും ജോലിയും എല്ലാം നീ നിർത്തിക്കോ നിഹ. നിനക്കതൊന്നും പറഞ്ഞ പണിയല്ല. രാജേട്ടാ, അന്ന് വന്ന പ്രപ്പോസലില്ലേ, ഇനി അത് വൈകിപ്പിക്കണ്ട. എത്രയും പെട്ടെന്ന് തന്നെ നമുക്കത് നടത്താം. വൃന്ദ, നീ ഇതെന്ത് ഈ കാണിക്കുന്നേ? നിങ്ങൾ ഇനി ഒന്നും പറയണ്ട രാജേട്ടാ. ഇത്രയും നാള് നിങ്ങൾ അച്ഛനും മകളും പറയുന്നത് ഞാൻ കേട്ടില്ലേ, ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടാ മതി. ജോർദാൻ സാർ, കാര്യങ്ങളൊക്കെ കൂടുതൽ വഷളായിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ പോയാൽ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇതിനെല്ലാത്തിനും കാരണം ആ ദക്ഷിത. കരണ്ട പിന്നിൽ നിന്ന് കളിക്കുന്നത് അവനാ ഡേവിഡ്. നമുക്കിനി നഷ്ടപ്പെടാനായി ഒന്നും തന്നെ ഇല്ല. ഇതൊക്കെ തുടങ്ങി വെച്ചത് നമ്മളാണെങ്കിൽ ഇതിന്റെ അവസാന വിജയം അതും നമുക്ക് തന്നെ ആയിരിക്കണം. ദക്ഷിത്തിനെ തീർക്കുന്നതിന് മുൻപ് കരൺ അവനെ കണ്ടുപിടിച്ചേ പറ്റൂ. എന്തിനാ ജോർദാൻ? ഓ സോറി തോമസ്, കരണിനെ അന്വേഷിച്ചു പോകുന്നേ. അവന് ഞാൻ ദാ ഇവിടെ കൊണ്ടുവരും. കാരണം നിനക്കിനി ഇവിടെ നിന്നൊരു തിരിച്ചുപോക്കില്ല. നിന്റെയും പിന്നെ എൻ്റെ പുന്നാര സുഹൃത്തിൻ്റെയും ടിക്കറ്റ് ഞാൻ ബുക്ക് ചെയ്തിട്ടാ ഇങ്ങോട്ട് വന്നേ. അതുകൊണ്ട് നിങ്ങളെ യാത്രയാക്കാൻ കരൺ എന്തായാലും ഇവിടെ വരും. ദക്ഷിത്, നീ പറഞ്ഞതിൽ ഒരു കാര്യം ശരിയാ. ഇവിടെന്ന് നമ്മളിൽ ഒരാള് മാത്രമേ തിരിച്ചു പോകൂ. പക്ഷേ അത് നീയാവില്ലെന്ന് മാത്രം. അല്ലേ ഡേവിഡ്? അതെ, കാത്തിരുന്ന് കിട്ടിയവരെ കൈ കിട്ടിയ ആരെങ്കിലും വെറുതെ വിടൂ സാർ. നിന്റെ ആത്മവിശ്വാസം കൊള്ളാം, പക്ഷേ അതിനധികം ആയുസില്ല എന്ന് മാത്രം. എന്നാ പിന്നെ അധികം വെയിറ്റ് ചെയ്യിപ്പിക്കേണ്ട ഡേവിഡ്. ഞങ്ങളും വെയിറ്റ് ചെയ്ത് സമയം കളയുന്നില്ല, അല്ലേ ദർശ്? അതെ, നമുക്ക് സമയം ഒട്ടും കളയാനില്ല. അതുകൊണ്ട് എങ്ങനെയാ ധനു, തുടങ്ങല്ലേ? മാത്രമുള്ളൂ ജോർദാൻ. കൂട്ടിന് വന്നവനും കൂട്ടിച്ചേർന്നവനും എല്ലാം പോയി. ഇനി അവശേഷിക്കുന്നത് നീ മാത്രം. പക്ഷേ നിന്നെ ഞാൻ തീർക്കുന്നതിന് മുൻപ് ഞാൻ പറഞ്ഞ വാക്ക് പാലിക്കും. നിന്റെ അവസാനത്തെ ആഗ്രഹമായിരുന്നില്ലേ കരണിനെ കാണണമെന്നുള്ളത്? ആ ആഗ്രഹം എന്തായാലും തീർന്നിട്ട് നീ പോയാ മതി. നിന്നെ എൻ്റെ കൈകൊണ്ട് തീർക്കണമെന്നാ ഞാൻ വിചാരിച്ചേ. പക്ഷേ
എനിക്കതിന് പറ്റാതെ പോയി. ബട്ട് ഐ ആം വെരി ഹാപ്പി ടുഡേ ബിക്കോസ് നീ ചത്ത് മലച്ച് കിടക്കുന്നതെങ്കിലും എനിക്ക് കാണാൻ പറ്റൂലോ. സത്യം പറഞ്ഞ നീ ചെയ്തത് വെച്ച് നോക്കുമ്പോൾ നിന്നെ ഇങ്ങനെ ഒന്നുമല്ല തീർക്കണ്ടേ. പക്ഷെ 2 മിനിറ്റിന് 2 മിനിറ്റ് മുമ്പേ നീ പോയാൽ ഭൂമിക്ക് അത്ര ഭാരം കുറയും. ധനു, ഇനിയിവൻ വേണ്ട, തീർത്തേക്ക്. നിഹ, നീ ഇതുവരെ റെഡി ആയില്ലേ? അവരിപ്പ വരും. നീ ഇത് എന്താ നോക്കി നിക്കാ? അമ്മേ, അത് പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു കാര്യം പറയാനുണ്ട്. എന്റെ പൊന്നി നിഹ, കാര്യമൊക്കെ പിന്നെ പറയാം. നീ ആദ്യം പോയി ഒന്ന് റെഡി ആവ്. എന്റെ ഭഗവാനെ, ഇനി ഞാൻ എന്താ ചെയ്യാ? ആലോചിച്ചിട്ടാണെങ്കിൽ ഒരെത്തും തിരിയും കിട്ടുന്നില്ലല്ലോ. ധനുവേട്ടനാണെങ്കിൽ ഫോൺ വിളിച്ചിട്ട് എടുക്കുന്ന പോലും ഇല്ല. ഇനിയിപ്പോ ഞാൻ എന്താ ചെയ്യാ? ആരോടെ പറയാ? കരൺ, ഞാൻ പപ്പയ്ക്ക് കൊടുത്ത വാക്ക് പാലിച്ചിട്ടുണ്ട്. ഈ പ്രോപ്പർട്ടീസ് ഇതൊക്കെ ഞാൻ നിന്ന് തിരിച്ചേൽപ്പിക്കാം. ധനു, ദർശ, നിങ്ങൾക്കിവിടെ എൻ്റെ കൂടെ നിന്നാൽ പോരെ? ബിസിനസ് കാര്യങ്ങളൊക്കെ എനിക്ക് എന്തായാലും ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ. എടാ, അതിനല്ലേ ഇവാനും ചെയ്യൊക്കെയുള്ളത്. അവരുണ്ടാകും നിന്റെ കൂടെ. പിന്നെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നീ എന്നൊന്ന് വിളിച്ചാൽ മതി. എന്നിട്ട് നീ തിരിച്ചു പോവാണോ? അവന് തിരിച്ചു പോകാതെ പറ്റില്ലല്ലോ കരൺ. ഭാര്യയും കുഞ്ഞും അവിടെ ആയിപ്പോയില്ലേ. നമ്മളെപ്പോലെ ഒറ്റത്തടിയല്ല ഇപ്പോ. ഭാര്യയും കുഞ്ഞോ? അതൊക്കെ നീ ഇവാനോട് ചോദിച്ചാൽ മതി, അവൻ പറഞ്ഞു തരും. ഞാൻ എന്തായാലും നാളെ തന്നെ പോവാ. 1-2 കാര്യങ്ങൾ കൂടെ ഓക്കെ ആവാനുണ്ട്. എന്നാ ഞാൻ ഇറങ്ങാം. ദർശ, നീ ഇപ്പോ വരുന്നുണ്ടോ? ഇല്ലടാ, ഞാൻ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വരാം. നീ എന്തായാലും ചെല്ല്. എന്നാ ഓക്കെ ഇവാൻ, കരൺ, ശരിയെന്നാ. ശരിയെന്നാ, ബൈ. ഇനി വരുമ്പോ ഏട്ടത്തിനെയും കുഞ്ഞിനെയും കൊണ്ടുവരണേ. വൃന്ദ, എന്നാ മോളെ വിളിക്കേ. മോനെ, എന്റെ മോളെ ഇഷ്ടായോ? വൃന്ദ, മോൾക്കിതെന്താ പറ്റിയേ? അതെന്താന്നോ രാധികേ, ഇന്നലെ ഞങ്ങൾക്കൊരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അവിടത്തെ ഫുഡ് ഇവൾക്കെന്തോ പറ്റിയില്ലെന്ന് തോന്നുന്നു. ആണോ? എന്നാ മോള് റെസ്റ്റ് എടുത്തോട്ടെ. നിങ്ങൾ കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ട് വിളിച്ച് പറഞ്ഞാ മതി. എന്ന് ഞങ്ങൾ ഇറങ്ങട്ടെ? എന്നാ അങ്ങനെ ആവട്ടെ, ഞാൻ വിളിക്കാം. നിഹ, ഞാൻ നിന്നെ കുറച്ച് ദിവസമായി ശ്രദ്ധിക്കുന്നു. സത്യം പറ, നിനക്ക് എന്താ പറ്റി? അമ്മ അത് പിന്നെ അമ്മ, ഞാൻ